നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും നേരിടുന്ന അല്ലെങ്കിൽ ചിലവർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യണമെന്നുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്കുകൾ എങ്ങനെയാണ് കോപ്പി ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതെന്ന് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ കോപ്പി ചെയ്ത് ഫ്രണ്ട്സിന് ഒക്കെ നമ്മളെ ഫേസ്ബുക്ക് പേജ് അയച്ചു കൊടുക്കാം എന്നതിനുള്ള കുറിച്ചാണ്. പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ബില്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ 2 അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്. രണ്ടിലും ഡിഫറൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ 2 അക്കൗണ്ടിലും കാണിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് അക്കൗണ്ട് ഞാൻ എടുത്തു തരാം. ഫസ്റ്റ് അക്കൗണ്ടിൽ ഞാൻ പേജ് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. സർച്ചിൻ്റെ അപ്പുറത്തായിട്ട് 3 ഡോട്ട്സ്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ അപ്ഡേറ്റിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല വേറൊരു രീതിയിലാണ് വരണമെങ്കിൽ കുഴപ്പമില്ല, ആ രീതിയിൽ നിങ്ങൾ നോക്കി ചെയ്താൽ മതി. എന്തോ ഒരു പ്രശ്നം കാരണം അങ്ങോട്ട് പോയതാണ്. ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പേജുകളായിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രൊഫൈൽ സെറ്റിങ്സിൽ പോകും. 3 ഡോട്ട്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സർച്ചിൻ്റെ അടുത്തുള്ള അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഷെയർ പ്രൊഫൈൽ കോപ്പി ലിങ്ക് എന്ന് ഒരു ഓപ്ഷൻ കാണും. ഇവിടെ ഷെയർ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലും വിവിധ സോഷ്യൽ മീഡിയയിലും നമുക്ക് യൂട്യൂബിനെ ഇൻസ്റ്റാഗ്രാമിനെയും പോലെ തന്നെ ഇതിലും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷനുണ്ട്. ഞാൻ ഇപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റ് ഞാൻ ഇപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് ഓപ്പൺ ലിങ്ക് അടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് നിങ്ങൾ അയച്ചു കൊടുത്ത പേജിലേക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ പോകാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ മറ്റൊരു പേജ് കാണിച്ചു തരാം. ഇവിടെ തന്നെ കോപ്പി ലിങ്കും ഉണ്ട്. ഇനി നിങ്ങൾക്ക് കോപ്പിയാണ് ചെയ്യേണ്ടതെങ്കിൽ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആ പേജിൽ നിന്ന് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതേ ചാറ്റിൽ തന്നെ ഇതുപോലെ നമ്മൾ സാധാരണ കോപ്പി ചെയ്യും പോലെ കോപ്പി ചെയ്ത് കൊടുത്തു. അതൊക്കെ ഇതുപോലെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഫൈല് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് എത്താനും സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു അക്കൗണ്ടിലും ഞാൻ കാണിച്ചു തരാം. അതിലും ഇതുപോലെ സെയിം മെത്തേഡ് തന്നെയാണ്. ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഞാൻ മറ്റൊരു അക്കൗണ്ട് എടുക്കുകയാണ്. അവിടെയും ഇതുപോലെ അതിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട് കാണാം. അതുപോലെ സർച്ചിൻ്റെ അടുത്ത് അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ പ്രൊഫൈൽ അടിച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഷെയർ ചെയ്യാൻ ഞാൻ ഇപ്പോൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് വയ്ക്കാനും സാധിക്കും. സ്റ്റാറ്റസ് വയ്ക്കാനും സാധിക്കും. ഇവിടെ ആ പേജ് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അയച്ചു കൊടുത്ത വ്യക്തിക്ക് അവർ ക്ലിക്ക് ചെയ്താൽ ആ പേജിലോട്ട് ഡയറക്റ്റ് പോകാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണും. അത് കോപ്പി ലിങ്ക് ഷോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കുന്നവർക്ക് ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും. അലോ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരികയാണെങ്കിൽ
ഇതുപോലെ ഫാസ്റ്റ് കൊടുത്താൽ മതി. ഇനി അവർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കോപ്പി ചെയ്താലും അല്ലെങ്കിൽ വിവിധ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ഓഫ് ഫെയിൽ അടിച്ചാലും അവർക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കുക. MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരണമെന്നാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.